സാനിറ്ററി ആൻഡ് ബാത്റൂം ഫർണിച്ചറുകൾക്ക് കേരളം ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും കിടിലൻ ഓഫറുകൾ. കിലോ ബസാർ ആൻഡ് എക്കണോമി ചെയിൻ സ്റ്റോർ കൺസെപ്റ്റ് ഓഫ് യൂറോടെക്. ഇനി നിങ്ങളുടെ സ്വപ്നങ്ങളെ സുരക്ഷിതമായി നിക്ഷേപിക്കൂ. മാക്സ് വാല്യൂ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ്. ജെൻലാക് NC തിന്നർ, മികച്ച ഫിനിഷിംഗ്, ഉറപ്പുള്ള ഗുണമേന്മ. തിന്നറിൽ കേമൻ. വാർത്തകൾ തുടരുന്നു. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും. കട്ടിളപ്പാളി കേസിൽ സ്വാഭാവിക ജാമ്യം തേടി സമർപ്പിച്ചിരിക്കുന്ന ജാമ്യാപേക്ഷയാണ് പരിഗണിക്കുക. കേസിൽ റിമാൻഡ് കാലാവധി 90 ദിവസം പൂർത്തിയായതോടെയാണ് സ്വാഭാവിക ജാമ്യം തേടി ഹർജി നൽകിയത്. കേസിൽ SIT കുറ്റപത്രം സമർപ്പിക്കാത്തത് ചൂണ്ടിക്കാട്ടിയാണ് നീക്കം. ആദ്യം അറസ്റ്റിലായ ദ്വാരപാലക ശില്പത്തിലെ പാളികൾ കവർന്ന കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. ഇന്ന് രണ്ടാമത്തെ കേസിൽ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ പോറ്റിക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാം. അത് പ്രത്യേക അന്വേഷണ സംഘത്തിന് തിരിച്ചടിയാകും. പ്രതികൾ സ്വാഭാവിക ജാമ്യം തേടി പുറത്തിറങ്ങുന്നതിനെ കോടതിയും വിമർശിച്ചിരുന്നു. നിയമസഭയിലടക്കം പ്രതിപക്ഷവും ഇത് ആയുധമാക്കുന്നുണ്ട്. ഇതുവരെ 3 പ്രതികളാണ് സ്വാഭാവിക ജാമ്യം തേടി പുറത്തിറങ്ങിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിലാണ് മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും. കട്ടിളപ്പാളി കേസിൽ സ്വാഭാവിക ജാമ്യം തേടി സമർപ്പിച്ചിരിക്കുന്ന ജാമ്യാപേക്ഷയാണ് ഇന്ന് പരിഗണിക്കുക. കേസിൽ റിമാൻഡ് കാലാവധി 90 ദിവസം പൂർത്തിയായതോടെയാണ് സ്വാഭാവിക ജാമ്യം തേടി ഉണ്ണികൃഷ്ണൻ പോറ്റി ഹർജി നൽകിയിരിക്കുന്നത്. കേസിൽ SIT കുറ്റപത്രം സമർപ്പിക്കാത്തത് ചൂണ്ടിക്കാട്ടിയാണ് ഈയൊരു നീക്കം. ആദ്യം അറസ്റ്റിലായ ദ്വാരപാലക ശില്പത്തിലെ പാളികൾ കവർന്ന കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. ഇന്ന് രണ്ടാമത്തെ കേസിൽ കൂടി ജാമ്യം ലഭിക്കുകയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കും. അത് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഒരു തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പ്രതികൾ സ്വാഭാവിക ജാമ്യം തേടി പുറത്തിറങ്ങുന്നതിനെ കോടതി അടക്കം വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. നിയമസഭയിലടക്കം പ്രതിപക്ഷം ഇത് ആയുധമാക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഇതുവരെ 3 പ്രതികളാണ് സ്വാഭാവിക ജാമ്യം തേടി പുറത്തിറങ്ങിയത്. മണ്ണൂത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ അടിപ്പാതകളുടെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു. നിർമ്മാണത്തിന് ആവശ്യമായ